ഞങ്ങൾ പഠിച്ചിക്കണോ, ഞങ്ങൾക്ക് പഠിഞ്ഞിക്കണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്താ പറയാ നമുക്ക് സുഹൃത്തുക്കളെ, അരിസ് കേട്ടോ, അരിസ് വൈത്തിരിയാണേ. ഈ കോലത്തിൽ എന്നെ കണ്ട തിരിയോന്നറിയില്ല. അന്ന് ഒരു ദഫ് മുട്ട് പരിപാടി ഉണ്ട് ഇവിടെ. അതായത് അറബന കേട്ടോ, ദഫല്ല, അറബന മുട്ട് പരിപാടിന്റെ ഒരു സംഭവമാണ് നടക്കാൻ പോണത്. അപ്പൊ എല്ലാവർക്കും ഈ അറബന മുട്ടും കണ്ടിട്ട് അതിന്റെ വീഡിയോസ് കൂടി കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളെ അറബന പഠിപ്പിച്ചു തന്നെ കുട്ടിപ്പാക്കേട്ടത് PTM കുട്ടി അച്ചൂർ വയനാട്. അപ്പോ എന്റെ സാറാണ് ഇത് പഠിപ്പിച്ചു തന്നെ. അപ്പൊ സാറിന് എന്താ നമ്മളെ പറ്റി, ഈ വർക്കിനെ പറ്റിയും ഈ ഇതിനെ പറ്റി ഞങ്ങൾ പഠിച്ചിക്കണോ, ഞങ്ങൾക്ക് പഠിഞ്ഞിക്കണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്താ പറയാ? നമുക്ക് ഒരു വിദ്യയും പൂർണ്ണമാകുന്നില്ല. അപ്പോൾ ഓരോരുത്തർ പഠിച്ചെടുക്കുമ്പോൾ വ്യത്യസ്തമായ ശൈലിയിലാണ് അവരത് പഠിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ കുറഞ്ഞ പ്രാക്ടീസ് ആണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ടത് പഠിക്കാൻ നോക്കി അതിൻ്റെതാ ഒരു പ്രതിഫലനം നമുക്കത് പുറത്ത് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നല്ലതും ചീത്തയും വിലയിരുത്തുന്നത് നമ്മൾ പ്രേക്ഷകരാണ്. അതുകൊണ്ട് മോശമില്ലാത്തൊരു അവതരണം അവർ കാഴ്ചവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനും അവരും തമ്മിലുള്ള ഒരു ബന്ധം ഗുരു ശിഷ്യൻ എന്നല്ല, കൂടപ്പിറപ്പുകളാണ്. അത്രയും ജോളിയായിട്ട് ഞങ്ങൾ പഠിച്ചതും പിന്നെ ആ മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് കാണിക്കുമല്ലോ, അത്രത്തോളം ഉള്ളൂ എനിക്ക് പറയാൻ. എന്തായാലും നമ്മുടെ മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ നിങ്ങളും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകണം. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഇവരുടെ പരിപാടി വരുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർ കാണണം, അതിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, നമുക്ക് പരിപാടി കാണാം. ലോകാനുഗ്രഹി വിശ്വഗുരു ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി സമാഗതമായിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, എൻ്റെ സ്വന്തം മഹല്ലായ വയനാട് വൈത്തിരി 12-ാം പാലം എന്ന് പറഞ്ഞ മഹല്ലാട്ടത്. അപ്പൊ മഹലിലുള്ള മുഴുവൻ ആളുകളും എല്ലാ തിരക്കും മാറ്റിവെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യത്തെ നബിദിന റാലി, അറബനമുട്ട്, ദഫ്മുട്ട്, ഞാനടക്കമുള്ള അറബനമുട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ليس مهتاجا إلى السرج حبكم في قلبنا محبوب من غير ذنب والهرج إن بيتا أنت ساكنه ليس مهتاجا إلى السرج. വൈത്തിരി 12-ാം പാലം മഹലിലെ അതിവിപുലമായ പരിപാടികൾ ഇന്ന് രാത്രി കേട്ടോ. അതായത് ഇന്ന് ഞായറാഴ്ച, ഇന്ന് രാത്രിയാണ്. കുട്ടികളുടെ സ്റ്റേജ് പ്രോഗ്രാം, അതായത് പാട്ട്, ബെയ്ത്ത്, അങ്ങനെയുള്ള കഥാപ്രസംഗങ്ങളൊക്കെ ഇന്ന് 2 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മക്കളെ, കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ അറബനമുട്ട് ഉഷാറാക്കിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. കണ്ട നിങ്ങളെല്ലാവരും അഭിപ്രായം പറയും. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും കമൻറ്റും ലൈക്കും ഷെയറും ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ച് ഒരു ഭാഗത്താക്കി കളി. 3-4 കിലോമീറ്റർ നടന്ന് നമ്മളെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ദഫും സാധനങ്ങളങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കല്ലേ, വെറുതെ നടക്കല്ലല്ലോ. അപ്പോൾ 3-4 മണിക്കൂർ നമ്മളിങ്ങനെ ഘോഷയാത്രയിൽ പങ്കെടുത്ത് ഇങ്ങനെ നടന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും അറബനൊക്കെ അവിടെ എടുത്ത് ഒരു ഭാഗത്ത് നല്ല വൃത്തിയായി വെച്ചതിന് ശേഷം വീട്ടിലേക്ക് റെസ്റ്റ് എടുക്കാൻ വന്നാട്ടോ. അപ്പോഴാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയാണ് നമ്മളെ കുട്ടികളുടെ പരിപാടിയും എല്ലാ പരിപാടിയും നടക്കുന്നത്. അപ്പോൾ നമ്മളെ അറബന മുട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള ആളുകൾ 12-ാം പാലം മഹലിൽ വന്നു കഴിഞ്ഞാൽ കാണാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും രാത്രി അങ്ങോട്ട് എത്തുക. ഓക്കെ.